ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു തട്ടിക്കുട്ടൽ വ്ളോഗിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. അപ്പോൾ അതെ എൻ്റെ നെറ്റിയിലൊരു പുതിയ പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നല്ല ചുവന്ന് തൊടുത്തിട്ടുള്ളൊരു പിമ്പിള്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്നുള്ളൊരു അറിയിപ്പായിരുന്നു വീട്ടിലേക്ക് ഗസ്റ്റ് വരുന്നുണ്ട് എന്നുള്ളത്. വേറെ ആരുമില്ല, നമ്മുടെ തേലിൻ്റെ ബ്രദറും പിന്നെ വൈഫും. അപ്പോൾ അവരാണ് വരുന്നത്. അപ്പോൾ വിവരം കേട്ട ഉടനെ ഉമ്മ വേഗം തൊട്ടടുത്തുള്ള കടയിലേക്ക് പോയിട്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വരാണ് കേട്ടോ. നമ്മൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് മെല്ലെ കിടക്കായിരുന്നു. ഇച്ചിരി നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ കിടക്കായിരുന്നു. അപ്പോഴാണ് അറിഞ്ഞത് അവളുടെ വൈഫും അവളുടെ ബ്രദറും വൈഫും വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഉമ്മ ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. അപ്പം ഞാനും തേലും ഏതായാലും കിച്ചണിലേക്കൊക്കെ കയറി. അപ്പോൾ എന്തുണ്ടാക്കും എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇപ്പോൾ നമ്മളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ പഴവും സേമിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കൂലേ, അപ്പോൾ അതാണ് ഫസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിനായിട്ടുള്ള തയ്യാറെടുപ്പിലാട്ടോ. ഞാനിവിടെ സേമിയൊക്കെ വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. തേലി അവിടെ പഴം കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പണിയിലാണ് രണ്ടുപേരും. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കയറിയതാണ് കേട്ടോ പാവം. അപ്പോൾ നമ്മൾ ഓരോ പണികളൊക്കെ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് ഉന്നക്കായാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫുൾ റെസിപ്പീസ് ഒന്നും കാണിക്കുന്നില്ല. അപ്പോൾ വീഡിയോസ് ഇങ്ങനെ വലിയതായി പോവല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു തട്ടിക്കൂട്ടൽ പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ എങ്ങനെ സിമ്പിളായിട്ട് പെട്ടെന്ന് പരിപാടികളൊക്കെ കഴിക്കാം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മളാട്ടോ. അപ്പോൾ ഇതേ ഞാൻ ഉന്നക്കായ്ക്കുള്ള പഴമൊക്കെ പുഴുങ്ങാനായിട്ട് വെച്ചാണ് കേട്ടോ, ആവി കയറ്റി വേവിക്കാനായിട്ട്. അപ്പോൾ ഇഡ്ഡലി ചെമ്പിക്കാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് ആവി കയറി വേവട്ടെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു പാനിലേക്കാണ് നമ്മൾ ആ കേക്കിനുള്ള ആ ഒരു സംഭവം ഒഴിച്ചു കൊടുക്കുന്നത്. അവർ 2 പേരേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഇപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു പാനിലാണ് ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിൻ്റെ മേലെ ഇതൊന്ന് സെറ്റായി വരുമ്പോൾ ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് ബദാം കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് വേണമെങ്കിൽ അണ്ടി ഇതൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ ഉള്ള ബദാം വെച്ചിട്ടാണിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഈ സമയം കൊണ്ട് നമ്മുടെ പഴമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു അടുപ്പിലേക്ക് തന്നെ പെട്ടെന്ന് തേങ്ങ വറുക്കാനായിട്ട് വെച്ചു. നമ്മൾ തേങ്ങ വെച്ചിട്ടാണ് ഉന്നക്കായ സെറ്റാക്കാൻ പോകുന്നത്. പൊതുവേ കോഴിമുട്ട വെച്ചിട്ടാണ് ആക്കാറ്. അപ്പോൾ ഇപ്രാവശ്യം തേങ്ങ വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് ഇച്ചിരി പഞ്ചസാരയും പിന്നെ ഇച്ചിരി ബദാമും ആട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പറഞ്ഞല്ലോ, തട്ടിക്കുട്ടായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അവരിപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അതും കഴിഞ്ഞ് ഇനി നമ്മളൊന്ന് ഉന്നക്കായി ഷേപ്പാക്കി എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അമർത്തി അതിനൊരു പരിവമാക്കി അതൊരു ഷേപ്പാക്കി എടുത്തോണ്ടിരിക്കാം കേട്ടോ. ഇതൊന്ന് സെറ്റാക്കിയിട്ട് വേണം ബാക്കിയുള്ളത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ വറുത്ത തേങ്ങ ഇതിൻ്റെ സെൻറ്ററിലോട്ട് വെച്ചിട്ട് ഇതിന് നന്നായിട്ട് അങ്ങോട്ട് ഉരുട്ടി എടുക്കാനുണ്ട് കേട്ടോ. കയ്യിൽ ഇച്ചിരി മേക്ക്, അതായത് ഓയിൽ ഇച്ചിരി സ്പ്രെഡാക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഉന്നക്കായ്ക്കുള്ളത് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല സുഖമായിരിക്കും, പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാൻ ഇന്നുണ്ടല്ലോ ബ്രോസ്റ്റഡ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോട് ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിലേക്ക് എത്തിച്ച് തരാനായിരുന്നു പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ആളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്താനായി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ 2-3 ഐറ്റംസ് വീട്ടിലുണ്ടാക്കുന്നുള്ളൂ. ഏതായാലും ബ്രോസ്റ്റഡ് ഓർഡർ ആക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതും വെച്ച് കൊടുക്കാമെന്നൊക്കെ പിന്നെ വിചാരിച്ചു. അങ്ങനെ 2-3 ഐറ്റംസാണ് ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. അങ്ങനെ ബ്രോസ്റ്റഡിൻ്റെ ആൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതും കളക്ട് ചെയ്തിട്ട് നമ്മൾ സെറ്റാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മളില്ലേ ഉന്നക്കായൊക്കെ ഷേപ്പാക്കി ഒക്കെ സെറ്റാക്കിയിട്ട് ഉണ്ടാക്കി വെക്കുന്നുള്ളൂ. ഇപ്പം പൊരിക്കുന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ ഗസ്റ്റ് വന്നതിന് ശേഷമാണ് പൊരിക്കുന്നത്. നമ്മൾ ഗസ്റ്റ് വന്ന പാടെ കൊടുക്കാനുള്ള വെൽക്കം ഡ്രിങ്കൊക്കെ സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവർ വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പൊരിക്കുന്നത്. അതാകുമ്പോൾ ചൂടോട് കഴിക്കാൻ കഴിയുമല്ലോ. അവർ വരുന്നതിൻ്റെ മുന്നേ ഇങ്ങനെ പൊരിച്ച് വെച്ചാൽ ആ ചൂടൊക്കെ പോയി ആകെ തളർന്ന് ഒരു പരിവാവല്ലോ. അപ്പോൾ അവർ വന്നിട്ട് പൊരിക്കാമെന്നാട്ടോ വിചാരിച്ച്. അപ്പോൾ ഇത് ഓർഡർ ആക്കിയിട്ടുള്ള ബ്രോസ്റ്റഡ് ഇങ്ങനെ വന്നെത്തി. അപ്പോൾ ഇനി ഗസ്റ്റ് വന്നാൽ മതി,
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ബ്രോസ്റ്റഡിൻ്റെ വലിയൊരു കൊതിച്ചയാണിത്. ചിക്കൻ എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? അടിപൊളിയാണോ? ഇതാര് വാങ്ങിച്ചെന്നതാ? ഉമ്മച്ചി വാങ്ങിച്ചെന്നാ. താങ്ക് യു പറ. ഐ ലവ് യു പറ. ഓക്കെ. സബ്സ്ക്രൈബ് ചെയ്യണം പറ. ലൈക്ക് ചെയ്യണം പറ. ഷെയർ ചെയ്യണം പറ. കമന്റ് ചെയ്യണം പറ. ഓക്കെ ഗൈസ്. ഓക്കെ. ഇവിടെ ഒരാൾ ബ്രോസ്റ്റഡ് കൊണ്ടുവന്ന പാടെ എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. ഭയങ്കര കൊതിച്ചയാണ് എൻ്റെ ഇസമോള്. കോഴിക്കാല് എന്നാണ് പറയുക ബ്രോസ്റ്റഡ് കണ്ടാലേ. അപ്പോൾ കോഴിക്കാല് വേണം എന്നാണ് പറയുക. അപ്പോൾ ഒരു പീസ് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമാണ് അത് കഴിക്കുമ്പോൾ. കുറേ സംസാരിക്കുകയും ചെയ്യും, ഭയങ്കര ഓരോന്ന് പറയുകയൊക്കെ ചെയ്യും. അത്രയ്ക്ക് ഇഷ്ടമാണ് അവൾക്ക്. പക്ഷെ ഞങ്ങൾ എപ്പോഴൊന്നും വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ. ഇതുപോലെ മാസത്തിൽ ഒരു തവണയോ അങ്ങനെയൊക്കെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ അതെ അവൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് ബാക്കി പണികൾ നോക്കാം. അങ്ങനെ ഞാൻ സെറ്റാക്കാൻ വെച്ചിട്ടുള്ള കേക്കാണ് ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ കേക്ക്. ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ ഇച്ചിരി മധുരത്തിലാട്ടോ ആക്കിയിട്ടുള്ളത്, ഓവർ മധുരമൊന്നും ഇല്ലാതെ. ഇവിടെ എല്ലാവർക്കും ഓവർ മധുരമൊക്കെ ആകുമ്പോൾ ഭയങ്കര മടുപ്പ് വരും. അപ്പോൾ ഇച്ചിരി മധുരമൊക്കെ ആഡാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ബ്രെഡൊന്ന് സെറ്റാക്കി എടുക്കാനാണ്. ബ്രെഡ് ഞാൻ ഇച്ചിരി എരിവിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. അതാവുമ്പോൾ കഴിക്കാനൊരു ഹരാവല്ലോ. അപ്പോൾ ഇതാ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റും വന്നിട്ടുണ്ട്. ഇനി ഇതൊക്കെ അവിടെ കൊണ്ടുപോയി വെക്കാൻ പോവാണ് ടേബിളിൽ. അപ്പോൾ അതേ നമ്മുടെ ഗസ്റ്റൊക്കെ വന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പെട്ടെന്നുള്ളൊരു തട്ടിക്കൂട്ടിയിട്ടുള്ളൊരു സംഭവം വിരുന്നൊരുക്കലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് കൂടുതലായിട്ടൊന്നും ചെയ്യാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ പോയതിന് ശേഷം നമ്മൾ ചായ കുടിക്കാനൊക്കെ ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്കൊന്ന് ടൗൺ വരെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വ്ളോഗിൽ കാണാം.